പ്രഭാതഭേരി. നിലക്കണ്ണാടി നോക്കി വാലിട്ട് കണ്ണെഴുതി ആടയാഭരണങ്ങൾ ചാർത്തുന്ന സൗന്ദര്യവർണ്ണന കവിഭാവനയാണ്. യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും കണ്ണാടി നോക്കാൻ തന്നെ മടിക്കുന്ന ചിലരുണ്ട്. സ്വന്തം ശരീരത്തിന്റെ മാറ്റങ്ങൾ കണ്ണാടിയിൽ കണ്ട് ആശങ്ക കൊള്ളുന്നവർ ഏറെയുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ പ്രശ്നം ഏറ്റവും അധികം അനുഭവിക്കുന്നത്. പങ്കാളിക്ക് തന്നോടുള്ള താല്പര്യം കുറയുമോ എന്ന ആശങ്കയിൽ വിഷമിക്കുന്നവരും കുറവല്ല. ഒരു വ്യക്തി തന്റെ ശരീരത്തെക്കുറിച്ച് എത്രത്തോളം വിലയിരുത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന മാനസിക അവസ്ഥയാണ് ബോഡി ഇമേജ് കോൺഷ്യസ്നെസ്. നിസ്സാരമെന്ന് തോന്നുന്ന ഈ അവസ്ഥയിൽ മാനസിക വ്യഥ അനുഭവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. ശാരീരിക പ്രകൃതത്തെ സംബന്ധിക്കുന്ന ഈ അവസ്ഥയുടെ വിശദ വിവരങ്ങൾ തേടുകയാണ് ഇന്ന് പ്രഭാതഭേരി. നമ്മുടെ ആ ഒരു യങ് ഏജിലൊക്കെ ശരീരത്തെ മനോഹരമായിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയും പഴയ ശാരീരിക അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന ടെൻഷനുണ്ട്. കോട്ടയം സ്വദേശിനിയായ സുനിത മനസ്സ് തുറക്കുന്നു. വിവാഹത്തിന് ശേഷം പ്രഗ്നന്റ് ആവുകയും ശരീരത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറുകയും കഴുത്തിന്റെ ഭാഗങ്ങളിലും കൈയുടെ ഇടുക്കളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിറവ്യത്യാസം ഉണ്ടാകുക. എനിക്ക് തന്നെ എന്നെ ഒന്ന് കണ്ണാടിയിൽ പോയി കാണുക എന്നുള്ളത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാവും. ഈവൻ നമ്മുടെ പാർട്ട്ണർ പോലും നമ്മളെ ഒന്ന് പല സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മളോടൊരു താല്പര്യം ഇല്ലാത്തതുപോലെ തോന്നാറുണ്ട്. നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുക എന്നതാണ് ഈ മാനസികാവസ്ഥ മറികടക്കാനുള്ള മാർഗം. ഒരു വ്യക്തി തന്റെ ശരീരത്തിനെ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്റെ ശരീരത്തിനെ കുറിച്ച് എന്താണ് പറയുക എന്നുള്ളൊരു ചിന്ത, ഇവയെല്ലാം ചേർന്നതാണ് ബോഡി ഇമേജ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. മനഃശാസ്ത്ര വിദഗ്ധ ഐറിൻ മറിയം ചെറിയാൻ പ്രഭാതഭേരിയോട്. അമിതമായിട്ടുള്ളൊരു ഉത്കണ്ഠ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ഉണ്ടാകുമ്പോഴാണ് അവിടെ ബോഡി ഇമേജ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറയുന്ന ചില കമന്റുകൾ, നിനക്ക് വണ്ണം കൂടുതലാണ്, കുറവാണ്, നിനക്ക് നിറം കുറവാണ്, ഇത് നമ്മുടെ കുഞ്ഞു മനസ്സിൽ വളരെ മുറിവേൽപ്പിക്കും. നമ്മുടെ ശരീരം സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തിന് ചേർന്ന ഒന്നല്ല എന്നുള്ളൊരു ചിന്തയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന താരതമ്യം, അതിൽ കാണുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ അത് ഫിൽറ്ററുകൾ ചേർന്നതാണെന്ന് നമുക്ക് അറിയാമെങ്കിലും തന്റെ ശരീരം അങ്ങനെ ആകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിനെ കുറയ്ക്കുകയും അത് അമിതമായാൽ BDD അഥവാ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന മാനസിക നിലയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. BDD ഉള്ളവർക്ക് ശരീരത്തിൽ ഒരു ചെറിയ കുറവ് പോലും അത് വലിയൊരു കുറവാണ് എന്നുള്ളൊരു ചിന്തയാണ് തോന്നുന്നത്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയെ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുക, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു ചിന്ത കുറയ്ക്കുക, സ്വന്തം ശരീരത്തെ വിമർശിക്കുന്ന സ്വയം സംഭാഷണം കുറയ്ക്കുക, സോഷ്യൽ മീഡിയയിൽ താരതമ്യം ഉണ്ടാക്കുന്ന പേജുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ആത്മബോധത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെ ചെയ്തിട്ടും ഈ ബോഡി ഇമേജ് ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെടാനും ഇടപഴകാനും സാധിക്കും. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുമ്പോൾ വ്യക്തി കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും സമൂഹത്തിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. ദന്തചികിത്സാ വിദഗ്ധ ഡോക്ടർ മൃദുല പരമേശ്വരൻ. പല്ലുകൾ ആരോഗ്യകരവും സുന്ദരവും ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ മറ്റുള്ളവരോട് ഇടപെടാറുണ്ട്. എന്നാൽ പുതിയ പല്ലുകൾ അല്ലെങ്കിൽ നിരതെറ്റിയതാകാം, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ കുറച്ച് മോണ കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മളെ ചിരിക്കാനും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ഒക്കെ കഴിയാത്തവരാക്കി മാറ്റിയേക്കാം. ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നത് പിയർ പ്രഷർ അഥവാ സഹപാഠികളുടെ പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങളും എല്ലാം ഒരാളുടെ മനസ്സിൽ വലിയ സ്വാധീനം ഏൽപ്പിക്കാം. ചില പെർഫെക്റ്റ് സൗന്ദര്യ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സമ്മർദ്ദം ഇന്ന് പൊതുവെ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇതിനാൽ താൻ പരിഹസിക്കപ്പെടുമോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം നമ്മളിൽ ജനിക്കാം. അപ്പൊ അതിനാൽ തന്നെ പലർക്കും ഒന്ന് മനസ്സ് തുറന്ന് പുഞ്ചിരിക്കാൻ പോലും ഭയമോ അല്ലെങ്കിൽ മടിയോ ഒക്കെ തോന്നാം. താൻ തനിക്ക് പ്രിയപ്പെട്ടവരുടെയും സമൂഹത്തിന്റെയും സൗന്ദര്യ മാനദണ്ഡങ്ങൾക്ക് തക്കവണ്ണം അല്ല എന്ന് തോന്നുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ബാധിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്, ഓരോ പുഞ്ചിരിക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ആത്മവിശ്വാസമുള്ള ഒരു പുഞ്ചിരി ഇത്തരം സൗന്ദര്യ മാനദണ്ഡങ്ങളുടെ അളവുകോലുകൾക്ക് അതീതമാണ്. ദന്തചികിത്സയുടെ സഹായത്തോടെ ആവശ്യമുള്ളവർക്ക് പല്ലുകളുടെ ആരോഗ്യവും രൂപവും ഒക്കെ മെച്ചപ്പെടുത്താം. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനമാണ് നാം പരസ്പരം പിന്തുണയ്ക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്.
മാതാപിതാക്കളോ കൂടപ്പറപ്പുകളോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നീ ചിരിക്കുമ്പോൾ നിന്റെ മോണ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പല്ലെന്താ നിരതെറ്റിയിരിക്കുന്നേ, പല്ല് മുഴുവൻ കേടായി പോയല്ലോ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും അത് ശ്രദ്ധിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരം പിരിമുറുക്കങ്ങൾ ഇല്ലാതെ തുറന്നു ചിരിക്കാനുള്ള ആത്മവിശ്വാസമാണ് നാം നൽകുന്നത്. പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു സമൂഹവും അനുയോജ്യമായ ദന്തചികിത്സയും ആരോഗ്യകരമായ ജീവിതത്തിനും മാനസിക ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ്. സാമൂഹ്യശാസ്ത്ര വിദഗ്ധ ഡോക്ടർ അഖില ജോൺസൺ. ഇന്നത്തെ ഉപഭോക്തൃ പ്രേരിതമായ മുതലാളിത്ത സമൂഹങ്ങളിൽ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ലാഭം നേടുന്ന വ്യവസായങ്ങൾ നിരവധിയാണ്. സൗന്ദര്യ കമ്പനികൾ, ഭക്ഷണ വ്യവസായങ്ങൾ, കോസ്മെറ്റിക് സർജറി ക്ലിനിക്കുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇവയെല്ലാം ഈ ആകർഷണീയതയെ കുറിച്ചുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെ വളരെയധികം രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഇടുങ്ങിയതും കൈവരിക്കാനാകാത്തതുമായ മാനദണ്ഡങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം ഫിൽറ്ററുകൾ, എഡിറ്റിംഗ് ആപ്പുകൾ, ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ കോണ്ടന്റ്, ഇവയെല്ലാം ഹൈപ്പർ പോളിഷ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങളെ വളരെ സാധാരണമാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം സാധാരണ ശരീരങ്ങൾ അപര്യാപ്തമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യക്തികളെ ഇത്തരം ചിത്രങ്ങളുമായി സ്വയം താരതമ്യം ചെയ്യാനും അതുവഴി ശരീരലജ്ജ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് ലാഭം നേടുന്ന വ്യവസായങ്ങളെ ചോദ്യം ചെയ്യുകയും അതുവഴി ഈ ശരീരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ടതും ആരോഗ്യപരമായ ശരീര പ്രതിച്ഛായ ബോധം നമുക്കുണ്ടാവേണ്ടതും വളരെയധികം ആവശ്യമാണ്. ഇന്നത്തെ കാലത്തിന്റെ അത്യാവശ്യമാണ്. എന്താണ് സൗന്ദര്യം? സൗന്ദര്യം എന്നത് ബാഹ്യമായ പ്രകടനമാണോ? പ്രധാനമായും വെളുക്കണമെന്ന ആവശ്യവുമായി വരുന്നവർ വളരെ കൂടുതലാണ്. ചർമ്മരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആതിര മോഹൻ വിശദമാക്കുന്നു. ഈ വെളുത്ത നിറമാണ് സൗന്ദര്യം എന്ന തെറ്റായ ധാരണ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു വസ്തുതയാണ്. വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ പലരും ഹാനികരമായിട്ടുള്ള പല ക്രീംസും, സ്റ്റിറോയിഡും ബ്ലീച്ചിങ് ഏജൻസും അടങ്ങുന്ന ക്രീമുകൾ നിരന്തരം ഉപയോഗിച്ചു വരുന്നുണ്ട്. അതേസമയം ആരോഗ്യകരമായ ചർമ്മത്തിന് വേണ്ടി ഇപ്പൊ സ്കിന്നിലെ ടാൻ മാറ്റാൻ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരുപാട് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ക്രീമുകളും ട്രീറ്റ്മെന്റുകളും ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. സ്കിന്ന് നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസുമാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ ഗ്ലൂട്ടഥയോൺ തന്നെ എടുത്താൽ വെളുക്കുന്നതിന് വേണ്ടി വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സ്കിന്ന് ഹെൽത്തി ആവാനും സ്കിന്നിന് ആ ഒരു ഗ്ലോ വരാനും ഒക്കെ ഇത് തീർച്ചയായും സഹായിക്കും. എന്നാൽ സ്കിന്നിന്റെ നിറം മാറ്റാൻ, വെളുപ്പിക്കാനായി ഇത് ഉപയോഗിക്കുമ്പോൾ അത് ഒരു അൺനെസസറി അഡിക്ഷൻ ഇതിനോട് ഉണ്ടാക്കുന്നു. ദീർഘകാല പാർശ്വഫലങ്ങളെ പറ്റി പഠനങ്ങൾ ഇല്ലാത്ത ഒരു മോളിക്യൂൾ അങ്ങനെ എടുക്കുന്നത് അപകടകരമാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഞാൻ വളരെ നല്ല സ്കിന്നായിട്ട് കാണുന്ന കുട്ടികൾ പോലും എന്നെ കാണാൻ കൊള്ളില്ല ഡോക്ടർ, ഞാൻ കറുത്തിട്ടാണ്, എനിക്ക് ഫോട്ടോ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ നല്ല ചർമ്മം എന്നതിന്റെ ഒരു നിർവചനം അല്ലെങ്കിൽ അളവുകോൽ എന്ന് പറയുന്നത് വെളുപ്പല്ല. ഫെയർ സ്കിൻ ആഗ്രഹിക്കുന്നതിന് പകരം സുതാര്യവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്ലോ ഉള്ള സ്കിന്നാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. ഇന്നത്തെ മറ്റൊരു പ്രവണതയാണ് ഫില്ലേഴ്സ്, ബോട്ടോക്സ് തുടങ്ങിയ എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ്. ഇതിന് പിന്നാലെ പോവുക എന്നുള്ളത്. ഇവ കുറ്റമല്ല, പക്ഷെ ശരിയായ കാരണത്തിനായി ശരിയായ വിദഗ്ധരിൽ നിന്ന് സുരക്ഷിതമായി ചെയ്യണം എന്നുള്ളതാണ്. പെർഫെക്റ്റ് ഫേസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് റേഷ്യോ എന്ന ലക്ഷ്യം മാറ്റി ആരോഗ്യകരമായ ചർമ്മം, ആരോഗ്യമുള്ള ശരീരം എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചർമ്മത്തിന്റെ നിറം അല്ലെങ്കിൽ ചുളിവുകൾ, ആകൃതി ഇവയൊന്നും അല്ല നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ വിലപ്പെട്ടവരാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. പ്രസവശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല സ്ത്രീകളുടെയും ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കാറുണ്ട്. ഗർഭധാരണ സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പല സ്ത്രീകളിലും ആശങ്കകൾ സൃഷ്ടിക്കുന്നു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റീന നളിനി. ആദ്യ 3 മാസം കഴിഞ്ഞാൽ ഗർഭിണികളിൽ ഓരോ ആഴ്ചയിലും 500 മില്ലിഗ്രാം വീതം തൂക്കം കൂടുന്നു. ഗർഭാവസ്ഥയിൽ ശരാശരി 10 മുതൽ 12 കിലോഗ്രാം വരെ തൂക്കം വർദ്ധിക്കാറുണ്ട്. അതോടൊപ്പം ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ വയറിലും സ്തനങ്ങളിലും കഴുത്തിന്റെ പിൻഭാഗത്തും കറുപ്പ് നിറം കാണപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ വയറിലും സ്തനങ്ങളിലും സ്ട്രെച്ച് മാർക്സും ഉണ്ടാകാം. എന്നാൽ പ്രസവശേഷം 6 ആഴ്ചയ്ക്കകം ഓൾമോസ്റ്റ് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ഓരോ സ്ത്രീയും എത്താറുണ്ട്. അതായത് അമിതമായി ഉണ്ടായ വണ്ണം പൂർവ്വസ്ഥിതിയിലേക്കാകുന്നു, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറി മുൻപ് സ്ത്രീക്കുണ്ടായിരുന്ന നിറത്തിലേക്ക് എത്തുന്നു. എന്നാൽ സ്ട്രെച്ച് മാർക്സ് പലപ്പോഴും പൂർണ്ണമായി മാറാറില്ല. ശരിയായ ഭക്ഷണ രീതി, യോഗ, വ്യായാമം തുടങ്ങിയവയിലൂടെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ
അമിതമായി ഉണ്ടായ വണ്ണം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയും. ശരീരത്തിൻ്റെ തൂക്കം, ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ എന്നിവ പ്രസവശേഷം 6 ആഴ്ചയ്ക്കകം ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമിതമായ ഉത്കണ്ഠ ഈ കാര്യത്തിൽ ഗർഭിണികൾക്കുണ്ടാകേണ്ടതില്ല. പക്ഷേ ഉത്കണ്ഠ എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളൊരു അവസ്ഥയല്ലാത്തത് കൊണ്ട് തന്നെ അമിതമായ ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ്. ശാരീരികമായ മാറ്റങ്ങൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് മാനസികമായി ബാധിക്കുന്നത് എന്നത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പക്ഷേ എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യമാണ് വേണ്ടത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതെ, ഇതൊക്കെ പ്രകൃതിയാലുള്ള സ്വാഭാവിക വ്യതിയാനങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തന്മയത്വത്തോടെ അഭിമുഖീകരിക്കുകയുമാണ് വേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. പ്രഭാതഭേരി